ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി എന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പെർപെച്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ വെർ ഈക്വൽ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെല്ല് ബട്ട് ദീസ് പേയ്മെൻറ്റ്സ് കണ്ടിന്യൂ ഫോർ അവർ. അതായത് ഈ ഒരു പേയ്മെൻറ്റ്സിന് എന്തില്ല, എൻഡില്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്ത് പറയും, പെർപെച്വിറ്റി എന്ന് പറയും. അതായത് ഒരു റെഗുലർ ഇൻ്റർവെല്ലായിട്ടാണ് പേയ്മെൻറ്റ്സ് നടക്കുന്നത്. പക്ഷെങ്കിൽ ഈ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു എൻഡില്ല, ഒരു അവസാന ഡേറ്റ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണാനുള്ള ഇക്വേഷൻ വരുന്നത് എന്താണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, പി ഡിവൈഡ് ബൈ ആർ എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പി ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളതാണ് പെർപെച്വിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്, പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി പി വി ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് ₹600 പെർ ഇയർ ഫോർ അവർ. ഇവിടെ നിങ്ങൾ നോക്കുക, ഫോർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യുകയാണ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8%. അപ്പോൾ ഇവിടെ പി വി ഓഫ് പെർപെച്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, പി ഡിവൈഡ് ബൈ ആർ ആയിരുന്നു. ഡിവൈഡ് ബൈ 8%. 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 8 ഡിവൈഡഡ് ബൈ 100 ആണ് 8%. എന്ന് പറഞ്ഞാൽ 0.08 എന്ന് വരും. ഇപ്പോൾ 600 ഡിവൈഡ് ബൈ 0.08 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 7500 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പെർപെച്വിറ്റിയുടെ കേസിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി പി വി ഓഫ് 1200 റിസീവ്ഡ് ഫ്രം ദി എൻഡ് ഓഫ് ഇയർ 3 4 അവർ അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 12%. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്, ഇവിടെ 12% ആണ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് 4 അവർ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, പെർപെച്വിറ്റി ആണ്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് 4 അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണാൻ പി ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അതായത് 1200 ഡിവൈഡ് ബൈ 0.12 എന്ന് വരും. അതായത് 12% എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 100 0.12, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 10,000 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് വരുന്നത് ഗ്രോയിങ് പെർപെച്വിറ്റി ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്വിറ്റി. അതായത് ഗ്രോയിങ് പെർപെച്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചയ പേഴ്സൻറ്റേജിൽ എന്ത് ചെയ്യും, ഇത് ഗ്രോ ചെയ്യും. ഒരു ഫിക്സഡ് റേറ്റ് വെച്ചുകൊണ്ട് ഇതിന് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 1 lakh വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, അത് 3% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്, ക്യാഷ് ഫ്ലോയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോയിങ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രോയിങ് പെർപെച്വിറ്റിയുടെ കേസിൽ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് P1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് ജി. P1 ഡിവൈഡ് ബൈ ആർ മൈനസ് ജി എന്ന് പറയുന്നത്. ഇവിടെ P1 എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓർ ക്യാഷ് ഫ്ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇയർ 1 ആണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്, ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് പി വി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ക്യാഷ് ഫ്ലോ അറ്റ് ദി എൻഡ് ഓഫ് ഇയർ 10,000, ഗ്രോത്ത് റേറ്റ് 8%, പീരീഡ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻഫിനിറ്റി ആണ്. അതായത് ഗ്രോത്ത് ഇവിടെ എന്താണ്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, പെർപെച്വിറ്റി ആയിരിക്കും. ദെൻ ഡിസ്കൗണ്ട് റേറ്റ് 12% ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോയിങ് പെർപെച്വിറ്റിയുടെ കേസിലാണ് ഇവിടെ കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പി വി കാണേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പോൾ പി വി ഓഫ് ഗ്രോയിങ് പെർപെച്വിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് P1 ഡിവൈഡ് ബൈ ആർ മൈനസ് ജി ആണ്. P1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 10,000 ആണ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. ദെൻ ഇവിടെ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്, അത് 0.12 എന്ന് പറയും. ഇനി ജി എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് 8% ആണ്. 8 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 8 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 0.08 ആണ്. ഇപ്പോൾ നമുക്ക് 0.08 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ 0.04 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,50,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കാൽക്കുലേറ്റ് പി വി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ക്യാഷ് ഫ്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 4 10,000,
ദെൻ നെക്സ്റ്റ് ഗ്രോത്ത് റേറ്റ് 8%, പീരീഡ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻഫിനിറ്റി, ഡിസ്കൗണ്ട് റേറ്റ് 12%. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്താണ് 4ാമത്തെ വർഷമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് P4 നമ്മൾ കൊടുക്കുന്നത്. P4 / R-G, അത് 10,000 ആണ് P4 വരുന്നത്. 0.12 ആണ് നമ്മുടെ R വരുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് എത്രയാണ്? 0.12% ആണ്, അപ്പോൾ 0.12 എന്ന് വരും. ഗ്രോത്ത് റേറ്റ് 8% ആണ്, അപ്പോൾ 0.08 എന്ന് വരും. അപ്പോൾ ഇവിടെ = 10,000 / 0.04, അതായത് 2,50,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ പെർപെച്യൂറ്റിയുടെ കേസിൽ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 2 ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്, ഓർമ്മിക്കുക. പ്രസൻറ്റ് വാല്യൂ നോർമലി കാണാനുള്ള ഇക്വേഷൻ P/, എന്താണ്? R ആണ്. ഇനി ഗ്രോത്ത് റേറ്റ് തരുന്നുണ്ടെങ്കിൽ അവിടെ P1 P2 ഏതാണോ വർഷം വരുന്നത് അത് വെച്ചിട്ടാണ് P1 / R-G ആണ്. R-G എന്നുള്ളതാണ്. ഗ്രോയിങ് ആണെങ്കിൽ അവിടെ ഗ്രോത്ത് റേറ്റ് തരും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഒരു P1 / R-G എന്നുള്ളത് എടുക്കേണ്ടത്. ഇവിടെ P4 എന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് 4ാമത്തെ വർഷത്തെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഏത് വർഷത്താണ് ചോദിക്കുന്നത് അവിടെ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഇയർ ബേസ് ചെയ്തുകൊണ്ടാണ് P1 P2 P4 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പെർപെച്യൂറ്റിയുടെ കേസിൽ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ വരുന്നത്. ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആനുറ്റി എന്ന് പറയുന്ന ടേമും പെർപെച്യൂറ്റി എന്ന് പറയുന്ന ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. തിയററ്റിക്കലി അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആനുറ്റി എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ആണ്. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഇപ്പോൾ 10, 20, 30 ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡിലേക്കാണ് നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ആനുറ്റി എന്ന് പറയും. എന്നാൽ പെർപെച്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഫോർ ആണ്. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? എൻഡ് ചെയ്യുന്നില്ല. നോ എൻഡ് ഡേറ്റ്, ഒരു എൻഡ് ഡേറ്റ് ഇല്ല എന്നുള്ളതാണ് പെർപെച്യൂറ്റിയുടെ വ്യത്യാസം വരുന്നത്. ഇനി ആനുറ്റിയുടെ കേസിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്സ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ പെർപെച്യൂറ്റിയുടെ കേസിൽ ടോട്ടൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. എത്ര കാലത്തോളം നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നു അത്രത്തോളം ഇവിടെ പേയ്മെൻറ്റ് വരും. എത്ര കാലയളവാന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ടോട്ടൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്നത് ആനുറ്റിയുടെ കേസിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് റെഗുലർ ഇൻകം ഓവർ എ ഫിക്സ്ഡ് പീരീഡ് സച്ച് എസ് റിട്ടയർമെൻറ്റ് സേവിങ്സ്, ലോൺ റീപേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരു ഫിക്സ്ഡ് ഇൻകം പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻകം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ യൂസ്ഡ് വെൻ ലോങ് ടേം അല്ലെങ്കിൽ കണ്ടിന്യൂസ് പേയ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. കണ്ടിന്യൂസ് പേയ്മെൻറ്റ്സ് റിക്വയർഡ് ആകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പെർപെച്യൂറ്റി ഉപയോഗിക്കുന്നത്. ഇവിടെ പൊതുവേ നമ്മൾ ചാരിറ്റി പേർപ്പസ് അങ്ങനെയുള്ള റെഗുലറായിട്ട് ചാരിറ്റി കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനൊക്കെയാണ് നമ്മൾ പെർപെച്യൂറ്റി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ആനുറ്റിയും പെർപെച്യൂറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ വാച്ച് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.